എന്താ സാറേ ഇത്? ഇവര് പറയുന്ന ഭ്രാന്ത് കേട്ട് സാറിനെ പോലൊരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ചിന്തിച്ചല്ല. എനിക്കിതുമായിട്ടൊരു ബന്ധവുമില്ല. എന്റെ പൊന്നു സാറേ, എന്നെ പോലൊരു തിരക്കുള്ള ആളെ ഇത്രയും നേരെ ഈ സ്റ്റേഷനിലിരുത്തി ബുദ്ധിമുട്ടിച്ചത് തന്നെ തെറ്റ്. എനിക്ക് CI സാറിനെ ഒന്ന് കാണണം, ഒന്ന് വിടാവോ? അയാളെ കടത്തിവിട്ടേക്ക്. എന്താ സാറേ, ഞാൻ ഈ ഹരിസാറിനെ കാണാൻ വേണ്ടി വന്നതാ. സാറേ, ഈ JR ഇന്നലെ നമ്മുടെ പാടത്ത് കുഴിയെടുക്കുന്ന ഞാൻ കണ്ടു. വലിയൊരു കുഴിയെടുത്ത് അതിന്റെ അകത്ത് എന്തോ ഇട്ട് മൂടുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മിസ്റ്റർ ജയ, ഇയാൾ പറയുന്നത് പോലെ ഇന്നലെ നിങ്ങൾ പാടത്ത് പോയിരുന്നു. കണ്ട. അവിടെ നിങ്ങൾ എന്തെങ്കിലും കുഴിച്ചിട്ടോ? ഇട്ടിരുന്നു സാർ. സാറേ, എന്റെ വളർത്തു നായ ചത്തുപോയി. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അതിനെ കൊണ്ടേ കുഴിച്ചിട്ടത്. അത് എനിക്ക് അവകാശപ്പെട്ട പാടമാണ് സാർ. പിന്നെ എനിക്കെന്തെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ? കള്ളമാണ് സാർ. ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുൻപ് ഒരാളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ശരവണനാണ് സാർ. ശരവണനെ ഇയാൾ കൊന്നതാണെന്ന് സാറിന് ഇപ്പൊ വ്യക്തമായില്ലേ? സാറിങ്ങനെ നോക്കി നിൽക്കാതെ അവനോട് ചോദിക്കേ സാറേ, ചോദിക്കേ. നിങ്ങൾ പറയുന്നതാണോ ഇയാൾ പറയുന്നതാണോ ശരിയെന്ന് നമുക്ക് പാടത്ത് പോയി നോക്കാം. ഇവരുടെ ആരോപണം ശരിയാണെങ്കിൽ നിങ്ങൾ ഇനി പുറം ലോകം കാണില്ല. വണ്ടിയെടുക്ക സർ. ആണോടാ? സാർ, ഇതൊരു പട്ടിയുടെ ബോഡിയാണ് സാർ. എടാ, ശരവണൻ
ശരവണ, കാര്യം എന്താണെന്ന് നിനക്കറിയാം. നീ പറ, എന്താ സംഭവിച്ചത്? എനക്കൊന്നും തരില്ല അമ്മ. ഇന്നലെ വീട്ടിൽ നിന്നും കരിക്കത്തി എടുത്ത് ശരവണൻ എവിടെയാ പോയത്? സൈക്കിൾ എടുത്ത് ശരവണൻ പാഞ്ഞു പോയത് എവിടേക്കാ? ജീവന്റെ അടുത്തേക്കല്ലേ? ശരവണ, പറഞ്ഞേ, നീ ജീവന്റെ അടുത്ത് ചെന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ നിന്നാണോ മോൻ മറ്റേ രഘുവിനെ കണ്ടുമുട്ടിയത്? ആണോ? അല്ല സാർ. ശരവണ, സംഭവിച്ചത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. അല്ലാതെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കല്ലേ വേണ്ടത്. എന്താ നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ കത്തിയെടുത്തത് പോയതുമല്ല ജീവൻ സാറിന്റെ അടുത്ത് താൻ